അമേരിക്കയിൽ പഠനത്തിനായി പോയ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥിനികൾ കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ അറസ്റ്റിലായ സംഭവം വീണ്ടും ചർച്ചയാവുകയാണ്. 2024 മാർച്ചിൽ ന്യൂജേഴ്സിയിലെ ഒരു പലചരക്ക് കടയിൽ നടന്ന ഈ സംഭവം വിദ്യാർത്ഥികളുടെ ഭാവിക്ക് എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ചും അവരുടെ H-1B വിസ പ്രക്രിയയെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കകൾ ഈ സംഭവത്തെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. ഹൈദരാബാദിൽ നിന്നും ഗുണ്ടൂരിൽ നിന്നുമുള്ള ഈ രണ്ട് വിദ്യാർത്ഥിനികൾ ന്യൂജേഴ്സിയിലെ സ്റ്റീവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഉപരിപഠനത്തിനായി എത്തിയവരാണ്. 2024 മാർച്ചിൽ ഹൊബോക്കനിലെ ഒരു കടയിൽ വെച്ചാണ് ഇവർ മോഷണക്കുറ്റത്തിന് പിടിയിലായത്. $155.61 വില വരുന്ന 27 സാധനങ്ങൾ പേ ചെയ്യാതെ കടയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചതാണ് ഇവരെ അറസ്റ്റിലാകാൻ കാരണമായത്. അവർ 2 സാധനങ്ങൾക്ക് മാത്രമാണ് പണം നൽകിയത്. പോലീസ് ബോഡി ക്യാമിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ഈ സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട്. കടയിലെ ജീവനക്കാർ ഇരുവരെയും തടഞ്ഞു നിർത്തുകയും പിന്നീട് പോലീസിനെ വിളിക്കുകയും ചെയ്തു. പോലീസ് എത്തിയപ്പോൾ തങ്ങളുടെ കൈവശം പണം കുറവായിരുന്നുവെന്നും സാധനങ്ങൾ എടുക്കാൻ മറന്നുപോയതാണെന്നും പറഞ്ഞ് ഇവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് ഈ ന്യായീകരണങ്ങൾ അംഗീകരിച്ചില്ല. പകരം മോഷണം ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അറസ്റ്റിന് ശേഷം ഇരുവരും മുഴുവൻ തുകയും നൽകാമെന്നും ഇതിൽ ഇരട്ടിപ്പണം നൽകാമെന്നും പോലീസിനോട് അപേക്ഷിച്ചു. എന്നാൽ അറസ്റ്റ് നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചത്. കടയിലേക്ക് ഇനി തിരികെ വരില്ലെന്ന് രേഖാമൂലം ഒപ്പിട്ട് നൽകിയ ശേഷം കൈവിലങ്ങണിയിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റി ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഈ സംഭവത്തിലെ ഏറ്റവും നിർണായകമായ ചോദ്യം H-1B വിസയെ ഇത് എങ്ങനെ ബാധിക്കും എന്നതാണ്. അറസ്റ്റിലായ വിദ്യാർത്ഥിനികളിൽ ഒരാൾ പോലീസിനോട് നേരിട്ട് തന്നെ അത് ചോദിക്കുകയും ചെയ്തു. ഇത് ഞങ്ങളുടെ H-1B വിസ പ്രക്രിയയോ ജോലിയെയോ ബാധിക്കുമോ എന്ന്. പോലീസിന് അതിൽ കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതായി ഇത് കാണിക്കും. ഇതൊരു ചെറിയ മറുപടിയാണെങ്കിലും ഇതിന് വലിയ നിയമപരമായ പ്രത്യാഘാതങ്ങളുണ്ട്. അമേരിക്കയിലെ നിയമം വളരെ കർശനമാണ്. കുടിയേറ്റവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ഒരു വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം വളരെ നിർണായകമായ ഒരു ഘടകമാണ്. H-1B വിസ ഒരു നോൺ ഇമിഗ്രന്റ് വിസയാണ്. പ്രത്യേക തൊഴിൽ വൈദഗ്ധ്യം ആവശ്യമുള്ള ജോലികൾക്കായി US കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ഇത് അവസരം നൽകുന്നു. ഈ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അപേക്ഷകന്റെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വിശദമായി പരിശോധിക്കും. മോഷണം അമേരിക്കൻ നിയമത്തിൽ ഒരു ക്രിമിനൽ കുറ്റമാണ്. ഇതിനെ പലപ്പോഴും മോറൽ ടർപിറ്റ്യൂഡ് അഥവാ ധാർമ്മിക അധപ്പതനം എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. ധാർമ്മിക അധപ്പതനം ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർക്ക് സാധാരണയായി വിസ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചെറിയ മോഷണമാണെങ്കിൽ പോലും അത് അപേക്ഷകന്റെ വിസ പ്രക്രിയയെ ഗുരുതരമായി തന്നെ ബാധിക്കാം. അറസ്റ്റ് രേഖകൾ, കേസ് വിവരങ്ങൾ, കോടതി വിധികൾ എന്നിവയെല്ലാം വിസ അപേക്ഷയോടൊപ്പം പരിശോധിക്കപ്പെടും. കുറ്റം ചെയ്തതായി തെളിഞ്ഞാൽ വിസ അപേക്ഷ നിരസിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി വിസ ലഭിച്ചാൽ പോലും പിന്നീട് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഈ സംഭവം ഒറ്റപ്പെട്ടതല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട സമാനമായ മോഷണ കേസുകൾ വർദ്ധിച്ചു വരികയാണ്. 2024 ജൂലൈയിൽ ഇല്ലിനോയിസിലെ ടാർഗറ്റ് സ്റ്റോറിൽ നിന്ന് $1300 സാധനങ്ങൾ മോഷ്ടിച്ച കേസിൽ ഒരു ഇന്ത്യൻ യുവതി അറസ്റ്റിലായത് വലിയ വാർത്തയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ ഇന്ത്യൻ സമൂഹത്തിന് വലിയ നാണക്കേടുണ്ടാക്കുന്നുമുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിലെത്തുമ്പോൾ അവിടുത്തെ നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തത് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പലപ്പോഴും ചെറിയ മോഷണങ്ങൾ ഒരു വലിയ കുറ്റമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല. ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ഇത് ചെയ്യുന്നുണ്ടാകാം. എന്നാൽ നിയമത്തിന് മുന്നിൽ ഇതൊന്നും ന്യായീകരണങ്ങളെയല്ല. ഓരോ വിദേശ പൗരനും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു ചെറിയ മോഷണം പോലും അവരുടെ ഭാവിയിലെ ജോലിയെയും അമേരിക്കയിൽ തുടർന്നുള്ള ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും. ക്രിമിനൽ റെക്കോർഡുള്ള ഒരാൾക്ക് പല കമ്പനികളും ജോലി നൽകാൻ മടിക്കും. കൂടാതെ വിസ പുതുക്കുന്നതിനോ മറ്റൊരു വിസയിലേക്ക് മാറുന്നതിനോ ഇത് വലിയ തടസ്സമായി മാറിയേക്കാം. ഈ വിഷയത്തിൽ ഇന്ത്യൻ കോൺസുലേറ്റ് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നൽകേണ്ടതിൻ്റെ ആവശ്യകതയും ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെ നിയമങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയില്ലാത്തത് പലപ്പോഴും പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നു. നിയമങ്ങളെ മാനിക്കുകയും സദാചാരപരമായ പെരുമാറ്റ രീതികൾ പാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. കാരണം ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല, മറിച്ചൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിലുള്ള ഉത്തരവാദിത്തം കൂടിയാണ്.